Hi friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി ബനാന കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പഴുത്ത ഏത്തപ്പഴം ഉപയോഗിച്ച് വീറ്റ് ഫ്ലോർ ചേർത്ത് നല്ല മോയ്സ്ചർ ആയിട്ടുള്ള കേക്കാണ് റെഡിയാക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ബനാന സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താലാണ് എൻ്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചർ പാലാണ് എടുക്കേണ്ടത്. 1 കപ്പ് വീറ്റ് ഫ്ലോർ, 3/4 കപ്പ് ഷുഗർ, ഓയിൽ 1/2 കപ്പ്, ഈനോ ഫ്രൂട്ട് സാൾട്ട് 1.5 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ആദ്യം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാല് 1 കപ്പ്, 1 കപ്പ് പാലിൽ നിന്ന് 1/2 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആക്റ്റീവ് ആക്കാനായിട്ട് ഈനോ ഫ്രൂട്ട് സാൾട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, മിൽക്കായിട്ട് ആഡ് ചെയ്തപ്പോൾ ആക്റ്റീവ് ആവുന്നുണ്ടോ? ഇതൊന്ന് ആക്റ്റീവ് ആവാനായിട്ട് നമുക്ക് മിൽക്കിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈനോ ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ പതഞ്ഞു വന്നല്ലോ. പതഞ്ഞു വന്നതൊന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പതഞ്ഞു വന്നതെല്ലാം കറക്റ്റായി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട ഉടച്ചൊഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ടോട്ടലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ 1/2 ടീസ്പൂൺ നമുക്ക് മുട്ടയിലേക്ക് ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഇപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന മിക്സിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വീറ്റ് ഫ്ലവറിൻ്റെ മിക്സിങ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കണം. സോൾട്ട്. ഇനി നമുക്ക് വീറ്റ് ഫ്ലോറും ഉപ്പും ഒന്ന് അരിച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മിക്സിങ് ഒരുപാടായി പോകും. അപ്പോൾ ഇതിനേക്കാൾ നല്ലത് ഇതുപോലെയുള്ളൊരു സ്പാച്ചുലയോ വിസ്കോ ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിങ്ങിലേക്ക് പഴം നല്ലപോലെ മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ലപോലെ പഴുത്ത പഴം മാഷർ ഉപയോഗിച്ചോ കൈകൊണ്ടോ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ തന്നെ നല്ലപോലെ മാഷ് ചെയ്തെടുക്കണം. നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മാഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സിങ്ങിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ മാഷ് ചെയ്തു. ഇനി നമുക്കിത് കേക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കി പാലും ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം.
പിന്നെ വാനില എസൻസ് നേരത്തെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. ഞാൻ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ്. അപ്പോൾ ഈ കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് ഓവനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 150 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. 10 കാഷ്യൂ നട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു കേക്ക് മോൾഡിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ഒരല്പം ബട്ടറോ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മോൾഡിലേക്ക് അല്പം മൈദ ചേർത്തൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാ വശത്തേക്കും ആകുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിങ് ചേർക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മിക്സിങ് അല്പം ബാക്കി വന്നു. ഇത് ഞാൻ ചെറിയൊരു മോൾഡിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അല്പം മൈദ ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം നട്ട്സ് ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേക്കാണ്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ടോ നമ്മുടെ കേക്ക്. നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള കേക്കാണ്. കണ്ടോ, നമ്മുടെ കേക്ക് നല്ല സ്മൂത്തായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെന്ന് കരുതിയ സ്മൂത്ത്നെസ് ഒന്നും പോയിട്ടില്ല. നല്ല സ്മൂത്തായിട്ടുള്ള കേക്ക് തന്നെയാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയേക്കുന്നത്. മൈദയും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഈന ചേർത്ത് നമുക്ക് നല്ല ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം. നല്ല സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ ചെറിയ കേക്ക് മോൾഡിൽ നിന്ന് മാറ്റാം. സ്മൂത്തായിട്ടാണ്, കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. ഈ കേക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ബനാന ഫ്ലേവർ എല്ലാ പിള്ളേർക്ക് ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറാണ്. മാത്രമല്ല ഇതിൽ ബേക്കിംഗ് പൗഡറും മൈദ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.